ഹായ് എയ്സാപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭരണഘടനയുടെ മറ്റൊരു ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ CAG എന്ന് പറയും. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 5 CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് ഭരണഘടനയിൽ പറയുന്നത് ആർട്ടിക്കിൾ 148 മുതൽ 151 വരെയാണ്. ആർട്ടിക്കിൾ 148 മുതൽ 151 വരെയാണെന്ന് CAGയെ കുറിച്ച് അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പറയുന്നത്. നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, രാജിക്കത്തൊക്കെ ആർക്ക് മുമ്പിലാണെന്ന് ചോദിച്ചാൽ ആർക്ക് മുമ്പിലാണ്? രാഷ്ട്രപതിക്കാണ് സമർപ്പിക്കേണ്ടത്. വിരമിക്കൽ പ്രായം 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. CAGയുടെ വിരമിക്കൽ പ്രായം 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ആർക്കാണ് ചോദിച്ചാൽ ആർക്കാണ് ഉത്തരം? അത് രാഷ്ട്രപതിക്കാണ്. ഓക്കെ അല്ലേ? CAGയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണ് വഴികാട്ടി, കണ്ണും കാതും വഴിയും വഴികാട്ടിയും ഒക്കെ അറിയപ്പെടുന്നത് CAG ആണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കൂട്ടുകാരൻ എന്നും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ തത്വചിന്തകൻ എന്നും പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ, ഇന്ത്യൻ ഖജനാവിൻ്റെ വാച്ച് ഡോഗ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് CAG ആണ്. CAG എന്തൊക്കെ അറിയപ്പെടുന്നു? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണ്, കാത്, വഴി, വഴികാട്ടി, സുഹൃത്ത്, തത്വചിന്തകൻ, ഇന്ത്യൻ ഖജനാവിൻ്റെ കാവൽക്കാരനെന്നും വാച്ച് ഡോഗ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? CAG അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. CAGയെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ 148 മുതൽ 151 വരെയാണ്. 148 മുതൽ 151 വരെയാണ് CAGയെ കുറിച്ച് പറയുന്ന ഭരണഘടനാ ഭാഗം 5 ആണ്. ഭരണഘടനാ ഭാഗം ഏതാണ്? 5 ആണ്. ഓക്കെ അല്ലേ? ഇനി എന്താണ് CAGന്റെ ചുമതലകൾ നോക്കാം. അല്ലെങ്കിൽ CAGയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശത്തിലെയും കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചെലവുകൾ പരിശോധിക്കുന്നു. CAGയുടെ ചുമതലകളാണ് കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശത്തിലെയും കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചിലവുകൾ പരിശോധിക്കുന്നത് CAG ആണ്. കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും കണ്ടിജൻസി ഫണ്ടും പബ്ലിക് അക്കൗണ്ട്സും ഓഡിറ്റ് ചെയ്യുന്നതും CAG ആണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും നിയന്ത്രണത്തിലുള്ള വ്യാപാരം, നിർമ്മാണം, ലാഭനഷ്ട അക്കൗണ്ടുകൾ, ബാലൻസ് ഷീറ്റുകൾ, മറ്റനുബന്ധ അക്കൗണ്ട്സുകൾ എന്നിവ ഓഡിറ്റ് ചെയ്യുന്നതും CAG ആണ്. ഓക്കെ, കേന്ദ്രത്തിൻ്റെയും ഓരോ സംസ്ഥാനത്തിൻ്റെയും വരവ് ചെലവുകളും ഓഡിറ്റ് ചെയ്യുന്നു. പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാട്ടോ. കേന്ദ്രത്തിൻ്റെയും അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത് അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യുന്നത് CAG ആണ്. CAGയുടെ കാലാവധിക്ക് ശേഷം അദ്ദേഹത്തിന് കേന്ദ്രത്തിലോ സംസ്ഥാനങ്ങളിലോ മറ്റു പദവികൾ അലങ്കരിക്കാൻ സാധിക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പുനർനിയമനത്തിന് എന്തല്ല, ഇദ്ദേഹം അർഹനല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ അല്ലേ? അദ്ദേഹത്തിന്റെ ശമ്പളവും മറ്റ് സേവന വ്യവസ്ഥകളും പാർലമെന്റ് ആണ് നിർണ്ണയിക്കുന്നത്. CAGയുടെ ശമ്പളവും മറ്റു കാര്യങ്ങളൊക്കെ ആരാ തീരുമാനിക്കുന്നത്? പാർലമെന്റ് ആണ് തീരുമാനിക്കുന്നത്. വിരമിക്കൽ പ്രായം 6 വർഷം അല്ലെങ്കിൽ എത്രയാണ്? 65 വയസ്സാണ്. നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത് രാജിക്കത്തൊക്കെ ആർക്ക് മുമ്പിലാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, രാഷ്ട്രപതിക്ക് മുമ്പിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? CAGയുടെ ശമ്പളം സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യമാണ്. സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ ശമ്പളം എത്രയാണ്? 2.5 ലക്ഷം അഥവാ 2,50,000 രൂപയാണെന്ന് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം എത്രയാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം 2,80,000 രൂപയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സാലറി എന്ന് പറഞ്ഞാൽ. ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ സാലറി എന്ന് പറയുന്നത് എത്ര ലക്ഷമാണ്? 5 ലക്ഷം രൂപയാണ്. വൈസ് പ്രസിഡന്റിന്റെ സാലറി 4 ലക്ഷം രൂപയാണ്. 5 ലക്ഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഓക്കെ, സുപ്രീം കോടതി ജഡ്ജിമാരുടെ സാലറി 2.5 ലക്ഷം അഥവാ 2,50,000 രൂപയാണെന്നുള്ളത് ഓർക്കാം. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തത്തുല്യമായിരിക്കും ആരുടെ ശമ്പളം? CAGയുടെ ശമ്പളം. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ CAGയുടെയും ഓഫീസിൻ്റെയും സേവനമനുഷ്ഠിക്കുന്ന ഭരണച്ചെലവുകൾ, CAGയുടെ ഓഫീസിൻ്റെ ഭരണച്ചെലവുകൾ, ആ ഓഫീസിൽ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തികളുടെ ശമ്പളം, പെൻഷൻ, അലവൻസ് തുടങ്ങിയ ചെലവുകൾ ഇന്ത്യൻ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് ഈടാക്കുന്നത്. അപ്പോൾ CAG അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് ഏത് ഫണ്ടിൽ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണെന്നുള്ളത് ആലോചിച്ച് വെക്കാം. ഓക്കെ അല്ലേ? ഇനി ആർട്ടിക്കിൾ, CAGയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 148. ഇന്ത്യക്കൊരു CAG ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ 148 എന്താണ്? ഇന്ത്യക്കൊരു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ 149 CAGയുടെ ചുമതലകളും അധികാരങ്ങളും. CAGയുടെ ചുമതലകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, CAGയുടെ ഫസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും വരവ് ചിലവ് കണക്കുകൾ പരിശോധിക്കുക എന്നുള്ളതാണ്. ബാക്കികളും എന്ത് ചെയ്യണം? നിങ്ങൾ ആലോചിച്ച് വെക്കണം. ആർട്ടിക്കിൾ 150 യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും അക്കൗണ്ട്സുകൾ സൂക്ഷിക്കേണ്ട രൂപത്തെക്കുറിച്ചാണ് 150.
ആർട്ടിക്കിൾ 151 ഓഡിറ്റ് റിപ്പോർട്ടുകൾ കേന്ദ്ര റിപ്പോർട്ട് രാഷ്ട്രപതിക്കും സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട് ഗവർണർക്കും സമർപ്പിക്കണമെന്നാണ് എന്ത് ആർട്ടിക്കിൾ 151 പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ CAG വി നരഹരി റാവു ആണ്. ഇന്ത്യയിലെ നിലവിലെ CAG ആരാണെന്നുള്ളത് എന്ത് ചെയ്യുക, കമന്റുകൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ CAGയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ നോക്കിയത്. ഭാഗം 5 ആണ്. ആർട്ടിക്കിൾ 148 മുതൽ 151 വരെയാണ്. വിരമിക്കൽ പ്രായം 6 വർഷം 65 വയസ്സാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. വിശേഷണങ്ങൾ പറഞ്ഞു, ആർട്ടിക്കിൾസ് പറഞ്ഞു, ചുമതലകളെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിലവിലെ CAG ആരാണെന്നുള്ളത് എന്ത് ചെയ്യുക, കമൻറ്റുകൾ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ASAP ഫോളോ ചെയ്യുക. താങ്ക്